മക്കളെ, നിങ്ങൾ തമ്മിലേയും കണ്ടതുപോലെ ഈ പ്രാവശ്യം ഓണ എക്സാം ഉണ്ടോ ഇല്ലെന്ന് കൃത്യമായിട്ട് പറയാൻ വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത്. ലേറ്റസ്റ്റ് അപ്ഡേഷൻ വന്നിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട്, എക്സാം ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ. പക്ഷേ ഒരു കാര്യം എൻ്റെ മക്കളോട് ചോദിക്കുകയാണ്, ഇനി ഓണ എക്സാമിന് എത്ര ദിവസം ഉണ്ടെന്ന് അറിയോ? പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിലെ മക്കളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ കൃത്യമായിട്ട് ആലോചിച്ച് നോക്കുക. നിങ്ങൾ കഴിഞ്ഞ ഏപ്രിൽ, മെയ്, ജൂൺ 3 മാസമായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ആകെ പഠിക്കാനുള്ള ദിവസം എന്ന് പറഞ്ഞാൽ 44 ദിവസമാണ്. അഥവാ നമ്മൾ ഓൺ എക്സാം വരികയാണെങ്കിൽ നമ്മളെ എക്സാം വരാൻ പോകുന്നത് ഏകദേശം സെപ്റ്റംബർ 4-ാം തീയതിയാണ് ഓണം. അങ്ങനെയാണെങ്കിൽ 10 ദിവസം നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി വരും. അപ്പോൾ ഏകദേശം നിങ്ങളുടെ ഓഗസ്റ്റ് 17-നോ 20-നോ ആയിരിക്കും നിങ്ങളുടെ ഈ പ്രാവശ്യത്തെ ഓൺ എക്സാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അഥവാ കൃത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 44 ദിവസം കൂടി എൻ്റെ മക്കൾക്ക് പഠിക്കാണ്ട്. ഏകദേശം 3 മാസം നിങ്ങൾ ക്ലാസ് കേട്ട് ട്യൂഷന് പോയി എല്ലാം അടിപൊളിയായിട്ട് നിങ്ങൾ പഠിച്ച ആൾക്കാരായിരിക്കാം. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എത്ര ചാപ്റ്റർ കൃത്യമായിട്ട് അറിയാം? 10ാം ക്ലാസ്സാണ്. 10ാം ക്ലാസ്സിൽ ഏറ്റവും ആദ്യം നന്നായിട്ട് പഠിച്ച ചാപ്റ്റേഴ്സ് ആയിരിക്കും ഇത്. അതിൽ എത്ര ചാപ്റ്റർ എൻ്റെ മക്കൾക്ക് ഓർമ്മയുണ്ട്? നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുമോ? സാർ, ഇപ്പോഴത്തെ ഈ 3 മാസം പഠിച്ചിട്ട് എന്തൊക്കെയാണ് എൻ്റെ മക്കളുടെ മൈൻഡിലുള്ളതെന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. ഇനിയുള്ള 44 ദിവസത്തോടെ നിങ്ങൾ പഠിക്കുന്ന ചാപ്റ്ററുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. സോഷ്യലിൽ മാത്രം നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്ററുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 7 ചാപ്റ്ററുകളാണ്. 7 ചാപ്റ്റർ എൻ്റെ മക്കൾ പഠിക്കണം. നിങ്ങൾ ആലോചിക്കുക, 7 ചാപ്റ്ററിൽ ഏകദേശം എത്ര പേജ് ഉണ്ടാവും അറിയോ? ഒരു 86 പേജ് ഉണ്ടാവും. ഈ 86 പേജ് നിങ്ങൾ സോഷ്യലിൽ മാത്രം പഠിക്കാണ്ട്. അതേപോലെ മാത്സ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. ഇത് 3 80 മാർക്കിനാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വേറെ, ഹിന്ദി വേറെ, മലയാളം വേറെ, മലയാളം സെക്കൻഡ് വേറെ. ഇതെല്ലാം 44 ദിവസം കൊണ്ട് എൻ്റെ മക്കൾ പഠിച്ച് തീർക്കണം. മക്കളെ, ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇനിയും നമ്മൾ ഓൺ എക്സാം ഉണ്ടോ ഇല്ലേ എന്നല്ല അന്വേഷിക്കാൻ നിൽക്കേണ്ടത്. കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് വേറൊരു പരിപാടിയില്ല. കാരണം തുടങ്ങാൻ സമയമായി. കാരണം ഈ മാസം കഴിഞ്ഞ്, ജൂൺ കഴിഞ്ഞ് ജൂലൈയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ ഒരു മാസം നിങ്ങൾ എന്താണോ അതാണ് നിങ്ങൾ തീരുമാനിക്കുന്നത്. പ്രത്യേകിച്ച് പല സ്കൂളുകളിലും ഈ എക്സാമിൻ്റെ അനുസരിച്ചാണ് 10ാം ക്ലാസ്സിലെ ബാച്ചുകൾ മാറ്റാറുള്ളത്. ഏറ്റവും നല്ല ബാച്ച് ആക്കുന്ന രീതിയിലൊക്കെ മാറാറുള്ളത്. മക്കളെ, ആ ബാച്ചിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഉൾപ്പെടാൻ നോക്കുക. പിന്നെ ഞാൻ എൻ്റെ മനസ്സിന്നൊരു കാര്യം പറയട്ടെ എൻ്റെ മക്കളോട്. ഈ എക്സാമിന് നിങ്ങൾക്ക് മാർക്കില്ലെങ്കിൽ, ഈ എക്സാം നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളെ, നിങ്ങളുടെ ജീവൻ തീർന്നെന്ന് പറഞ്ഞ പോലെയാണ്. കാരണം ഈ എക്സാം കഴിഞ്ഞിട്ട് നിങ്ങളെ പാരൻസ് മീറ്റിംഗ് വിളിക്കും. നിങ്ങളെ പാരൻസിന് നിങ്ങൾക്കറിയാം, അവർ തുടങ്ങും, അവർ കരയാൻ തുടങ്ങുക. നമുക്ക് ആകെ നിങ്ങൾക്ക് സങ്കടമാവും. മക്കളെ, ഡെസ്പ് ആവരുത്. നന്നായിട്ട് ഇപ്പം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല മാർക്ക് എൻ്റെ മക്കൾക്ക് വാങ്ങാൻ പറ്റും. അപ്പം ഈ പ്രാവശ്യത്തെ ഓൺ എക്സാം ഉണ്ടോ ഇല്ലെന്ന് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ, ഈ വർഷത്തെ അക്കാദമിക് പ്ലാൻ ഈ മാസം 30-ാം തീയതി ഇറങ്ങുമെന്നാണ് കേൾക്കുന്നത്. ആ പ്ലാൻ ഇറങ്ങുകയാണെങ്കിൽ അതിൽ കൃത്യമായിട്ട് നമുക്ക് പറയും. പക്ഷേ നമുക്ക് ഓൺ എക്സാം അല്ല നമ്മളെ വലുത്, ക്രിസ്മസ് എക്സാം അല്ല നമ്മളെ വലുത്. നമുക്ക് വലിയൊരു എക്സാം അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അതാണ് പബ്ലിക് എക്സാം. അത് മാർച്ച് 6-ാം തീയതി കൃത്യമായിട്ട് എൻ്റെ മക്കൾക്ക് എക്സാം നടത്തും. അതിൽ എല്ലാ ചാപ്റ്ററിനും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇതുവരെ ഉള്ള പോലെ ഉള്ളതല്ല. നിങ്ങൾക്ക് 9ാം ക്ലാസ്സിനും 8ാം ക്ലാസ്സിനൊക്കെ ആണെങ്കിൽ അവസാനത്തെ ചാപ്റ്ററിന് മാത്രം പഠിച്ചാൽ മതിയായിരുന്നു. പക്ഷെ അതേപോലെയല്ല. ഇനി മുതൽ 1ാമത്തെ ചാപ്റ്ററിനായിരിക്കും ഏറ്റവും കൂടുതൽ മാർക്ക് വരിക. പ്രത്യേകിച്ച് സോഷ്യൽ സയൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ 1ാമത്തെ ചാപ്റ്ററിനായിരിക്കും 6 മാർക്കിന് എസ്സേ ഉണ്ടാവുക. അപ്പം അത് നിങ്ങൾ ജൂണിൽ പഠിച്ചത് അത് മാർച്ച് വരെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. അതിൽ എല്ലാ കാര്യങ്ങളും. അതേപോലെ തന്നെ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയൊക്കെ. അപ്പം നമ്മൾ ഓൺ എക്സാം അല്ലേ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ഓൺ എക്സാം വരട്ടെ. അത് നമുക്ക് ജസ്റ്റ് ഒരു എക്സാം പോലെ മാത്രം കണ്ടാൽ മതി. ബാക്കിയുള്ള എക്സാമുകളൊക്കെ വരുന്ന സമയത്ത് നന്നായിട്ട് പഠിക്കുക. മക്കൾ, ഒരു കാര്യം പറയട്ടെ, ഞാൻ ഒറ്റ കാര്യം പറയട്ടെ. നിങ്ങൾ പഠിക്കാൻ താല്പര്യമുണ്ട്, ഞാൻ പഠിക്കാൻ ഇരിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് പഠിച്ചിട്ട് അത് തലയിലേക്ക് കയറുന്നില്ല, മനസ്സിലാവുന്നില്ല, അങ്ങനത്തെ പ്രശ്നമുള്ള മക്കളുണ്ടോ? ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, ഷാറാണ്, ഞാൻ നന്നായിട്ട് മെനക്കെടുന്നുണ്ട്, പക്ഷേ മാർക്കൊന്നും എക്സാമിന് കാണുന്നില്ല, അങ്ങനത്തെ മക്കളുണ്ടെങ്കിൽ ഒന്ന് താഴത്തൊരു സാഡ് ഇമോജിയോ അല്ലെങ്കിൽ സാർ ഞാൻ അങ്ങനത്തെ പ്രശ്നമുള്ളതാണ്, അല്ലെങ്കിൽ അമീൻ സാർ എനിക്ക് അങ്ങനത്തെ പ്രശ്നം ഉണ്ടെന്നായിട്ട് നിങ്ങളെ പ്രശ്നം ഒന്ന് കമൻറ്റ് ചെയ്യുമോ? മക്കളെ, ഞാൻ നിങ്ങൾക്കൊക്കെ ഒരു സൊല്യൂഷനായിട്ട് പറയട്ടെ. കാരണം നമ്മളിതാ ഇവിടെ പുതിയൊരു ബാച്ച് തുടങ്ങിയിരിക്കുകയാണ്. ഒരു ബാച്ച് നമ്മൾ 4-5 ചാപ്റ്ററൊക്കെ തീർന്ന് ബാച്ച് അടിപൊളിയായിട്ട് ഏകദേശം 25,000 കുട്ടികൾ, 25,000-ത്തിലധികം കുട്ടികൾ പങ്കെടുത്ത ഒരു ബാച്ച് കഴിഞ്ഞിരിക്കുകയാണ്. പുതിയൊരു ബാച്ച് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. മക്കളെ, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം മുതൽ 1ാമത്തെ ചാപ്റ്റർ അതും വളരെ ഷോർട്ടാക്കി കൃത്യമായിട്ട് ഇൻസ്റ്റാ ലേൺ വെച്ചിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാൻ വേണ്ടി പോവാണ്. മാത്രമല്ല, എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത് അതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വേറെ, അതിന് പുറമെ എക്സാം സീരീസുകൾ വേറെ, ഇതെല്ലാം ഒരുമിച്ച് അടിപൊളിയായിട്ട് നമ്മൾ മാറ്റാൻ വേണ്ടി പോവാം. നിങ്ങൾ ഒരു ദിവസം 1 മണിക്കൂർ, ഞാൻ അത്രേ പറഞ്ഞു, 1 മണിക്കൂർ ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുകയാണെങ്കിൽ എൻ്റെ മക്കൾക്ക് ഈ വർഷത്തെ എല്ലാ ടോപ്പിക്കും ആദ്യം മുതൽ നമ്മൾ കവർ ചെയ്ത് സെറ്റപ്പ് ആക്കാം. നിങ്ങൾ ആലോചിച്ചാൽ മതി, ഇപ്പോൾ സ്കൂളിലൊക്കെ പോയ സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ളടത്തൊക്കെ പോയ സമയത്ത് നിങ്ങൾ ഭയങ്കര അറ്റൻറ്റീവ് ആവണം, ഒക്കെ സെറ്റപ്പ് ആക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. ആദ്യത്തെ ഒരാഴ്ച. പിന്നത്തെ അവസ്ഥ നിങ്ങൾ ആലോചിക്കുക, ടൈമില്ല, ഫോക്കസ് ചെയ്യണം.
മക്കളെ ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സിലും കൃത്യമായിട്ട് കാണേണ്ട സമയത്ത് കൃത്യമായിട്ട് അവിടെ റെക്കോർഡായിട്ടുള്ള ബാച്ചാണ് നമ്മുടെ അസ്ട്ര 2.0 ബാച്ച്. ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള മക്കൾ വേഗം ജോയിൻ ചെയ്യുക. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള സൈലത്തിലെ അസ്ട്ര ബാച്ചിൽ എൻ്റെ മക്കൾക്ക് കൂടെ പഠിക്കാം. ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ട്. നിങ്ങളെ പഠിപ്പിച്ച് അടിപൊളിയാക്കി മാറ്റി തരും. ഈ വർഷത്തെ 10ാം ക്ലാസ്സിലെ ഫുൾ A+ നിങ്ങൾക്ക് തന്നെ. വെൽക്കം ടു അസ്ട്ര ഫാമിലി.